ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞാറ്റയുടെ ഒരു ദിവസത്തെ ഫുഡ് ഹാബിറ്റ്സുകളാണ് കേട്ടോ. അവൾ എന്തൊക്കെയാണ് ഈ ഒരു ദിവസം കഴിക്കുന്നത്, ഏതൊക്കെ സമയത്തൊക്കെയാണ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ആണ്. കുട്ടികളുള്ള അമ്മമാർക്ക് വേറെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ അറിയാനും കാണാനും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവളെ കുളിപ്പിച്ചൊരുക്കി മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുഞ്ഞുവാവേനായിട്ടുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ടാണ് നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാറുള്ളത്. അതൊരു ഗുഡ് ഹാബിറ്റാണ് കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ തന്നെ കുളിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പവും അതുപോലെ തന്നെ ചെറുപയർ കറിയാണ്. പിന്നെ നമുക്കൊരു ബോയിൽഡ് എഗ്ഗും വെച്ചിട്ടുണ്ട്. ചെറുപയർ കറി കുഞ്ഞാറ്റയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് എരിവൊന്നും ഇടാതെ ഉള്ളി വഴറ്റിയിട്ട് വറവിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വെള്ളപ്പം ഇങ്ങനെ പിച്ചി കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് സിമ്പിളായിട്ട് കറിയിൽ മുക്കിയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും കാർട്ടൂൺ വെച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടുകൊണ്ടാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ അവൾക്ക് കുടിക്കാൻ ചായയാണ് കേട്ടോ. ഇത് കട്ടൻ ചായയാണ്, ഭയങ്കര ലൈറ്റായിട്ടുള്ള കട്ടൻ ചായയാണ്, ഒട്ടും കടുപ്പമില്ല. ഇത് നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ചായപ്പൊടിയാണ് കേട്ടോ. കാടം ടീ ആണ്, ഏലക്ക വന്നിട്ടുള്ള ഒരു ചായപ്പൊടിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇടനേരത്ത് ഉച്ചയുടെയും രാവിലെയുടെ ഇടനേരത്ത് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് മിച്ചറും പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ടൈം ആയപ്പോൾ കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും മിച്ചറും പഴമൊക്കെ തിന്നതുകൊണ്ട് വിശപ്പുണ്ടാവില്ല. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അവൾ അധികം കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ. പിന്നെ ചോറിൻ്റെ കൂടെ കായക്കറിയാണ്, പരിപ്പ് ഇട്ടിട്ടുള്ള കായക്കറിയും പിന്നെ പപ്പടവും ഉണ്ട്. അപ്പോൾ അവളത് കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുഴച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുഴച്ചത് ഉരുളാക്കി വെച്ച് കൊടുത്താൽ അവൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും അത് കഴിച്ചോളും. അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ കുഴച്ച് കൊടുക്കാതെ തന്നെ കഴിച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുഴച്ച് ഉരുളാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഒരു ചെറിയ പീസ് ഉണക്കൽ മീനും കൂടെ ഈ ഒരു ഉരുളക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പ് രസത്തിൽ അങ്ങനെ നന്നായിട്ട് കഴിച്ചോളുമല്ലോ. അപ്പോൾ അവൾക്കിത് ഇഷ്ടമായിട്ടുണ്ട് കുഴച്ച് കൊണ്ടുവച്ചപ്പോൾ. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ ആദ്യം കണ്ടത്. അങ്ങനെ അവൾ എന്തായാലും കളിച്ച് ഫുഡ് എന്തായാലും മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകുന്നേരം ടീ ടൈം ആയിട്ടുണ്ട്. കട്ടൻ ചായയാണ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബിസ്ക്കറ്റ്, പഴം, ഉണ്ണിയപ്പം, മിച്ചർ, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ പോഷക ഗുണമുള്ള ഫുഡ് എന്ന് പറയാൻ പഴം മാത്രമേ ഉള്ളൂ. പിന്നെ മിച്ചറിൽ കിടക്കുന്ന കടലയിൽ കുറച്ച് പോഷക ഗുണം കിട്ടിയാലായി. പിന്നെ രാവിലെ കഴിച്ച ചെറുപയർ, ബോയിൽഡ് എഗ്ഗ്, അതിൽ നിന്നൊക്കെ അവൾക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ജെനുവനായിട്ടൊരു ദിവസം എന്തൊക്കെയാണ് കുഞ്ഞാറ്റ കഴിച്ചതെന്നാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഫുഡ് ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജെനുവനായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ കുട്ടികളും കഴിക്കാറില്ലേ. പക്ഷേ ചില ആൾക്കാർ എന്താ പറയുക, ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ രാത്രിയിൽ കാക്കു വന്നപ്പോൾ ചെറിയ 2 പീസ് ഷവായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുബൂസിൻ്റെ ഒരു ചെറിയ പീസും പിന്നെ ഒരു ചെറിയ പീസ് ചിക്കനും കുറച്ച് വെജിറ്റബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.